യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിതം ആരംഭിക്കാം. ഇന്ന് പകൽ നിങ്ങൾ കടന്നു പോകുന്ന സകല മേഖലകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടു വരട്ടെ, ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടു വരട്ടെ. അതെ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് നമുക്ക് തുടങ്ങാം. നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവത്തെ ശക്തമായി ആരാധിച്ചവരാണ്. അബ്രഹാം താൻ ചെന്നിടത്തൊക്കെയും യാഗപീഠം പണിത് കൂടാരമടിച്ച് ദൈവത്തിന് ആരാധന കഴിച്ചു. ഇസഹാക്ക്, യാക്കോബ് തുടങ്ങി സകല പിതാക്കന്മാരും ദൈവത്തെ ശക്തമായി ആരാധിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, അവരെങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചെന്നറിയാമോ? അവർ പാടുകയാണ്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവാദി ദൈവവും കർത്താദി കർത്താവുമാണെന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യുകയാണ്. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും സിംഹാസനങ്ങൾക്കും മുകളിൽ സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ടാണ് അവരുടെ ആരാധന തുടങ്ങുന്നത്. പിന്നെ എന്താണെന്ന് അവർ പറയുന്നത്? അവർ മുകളിലേക്ക് നോക്കുകയാ. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയ ദൈവമേ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. വെള്ളത്തിന്മേൽ ഭൂമിയെ വിരിച്ചവനെ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയ ദൈവമേ, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും ഉണ്ടാക്കിയ ദൈവമേ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. പ്രിയപ്പെട്ടവരെ, അവർ പ്രകൃതിയിലേക്ക് നോക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹത്വം കണ്ട് അവർ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനിച്ചിട്ടില്ല, തുടങ്ങുകയാണ്. തിരുവെഴുത്ത് വീണ്ടും പറയുന്നു, പാട്ടുകൾ തുടരുകയാണ്. ദൈവമേ, അവിടുന്ന് എന്നെ ഭയങ്കരവും അതിശയകരമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, എത്ര പേർക്ക് ഇന്ന് പകൽ നന്ദിയുണ്ട്, സ്തോത്രമുണ്ട്? ദൈവം നിങ്ങളെ എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരുവനെ സൃഷ്ടിക്കുവാൻ ഈ ഭൂമിയിൽ മറ്റൊരാൾക്ക് കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. അത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പാടുകയാണ്, ഭയങ്കരവും അതിശയകരമായി അവിടെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. കർത്താവേ, അവിടുന്ന് എന്നെ സൃഷ്ടിക്കുമ്പോൾ, ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്നെ നിർമ്മിക്കുമ്പോൾ എൻ്റെ അസ്ഥികൂടം അങ്ങേക്ക് മറവായിരുന്നില്ല. ഞാനൊരു പിണ്ഡാകാരമായിരുന്നപ്പോൾ അങ്ങയുടെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അതെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര വലുത്, എത്ര ഘനമായവ, അവയുടെ ആകെത്തുക എത്ര വലുത്. അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ ഇന്ന് പകൽ നമുക്ക് കാരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളുണ്ട്, ചോദ്യങ്ങളുണ്ട്, കാത്തിരിപ്പുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഒന്ന് സ്തുതിച്ചു തുടങ്ങണം. ദൈവമേ, അവിടുന്ന് എത്ര വലിയവനാണ്,
അങ്ങയുടെ വിചാരം എത്ര വലുതാണ്. ഞാൻ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടുത്തെ പുത്രനായ യേശുവിനെ എനിക്ക് പകരമായി ക്രൂശിൽ തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ. അങ്ങയുടെ ദയ എത്ര വലുതാണ്. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ലെന്ന് അരുളി ചെയ്തല്ലോ കർത്താവേ. അങ്ങയുടെ ദയ എത്ര വലുതാണ്. ആരാധിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം ചൊല്ലിക്കൊണ്ട് ജീവിതം ആരംഭിക്കാം, ചുവടുകൾ വയ്ക്കാം. ഇന്നത്തെ പകൽ വിടുതലിൻ്റെ പകലാണ്, അനുഗ്രഹത്തിൻ്റെ പകലാണ്, നന്മയുടെ പകലാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.